സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 10 പേരില്ലാത്തതുകൊണ്ട് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏതായാലും 10 പേര് വന്നു. സിനിമ വർത്താണെന്ന് മനസ്സിലാക്കണം, കാണണം, താല്പര്യം ഉണ്ടാവണം. IFFK കിടന്ന് ഇടിച്ച് തള്ളിയിട്ട് കാര്യമില്ല. ഈ എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിലുള്ള ഒരു പടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കൊമേഴ്ഷ്യൽ എലമെന്റ് ഒക്കെ ഉള്ള ഫിലിം തന്നെയാണ്. ലൈക്ക് ഒരു അവാർഡ് മൂവി ആയിട്ട് മാത്രം എനിക്ക് തോന്നിയില്ല. ഏറ്റവും നല്ല സിനിമയാണ്. ഈ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഈ കഴിവുള്ള ഒരു സംവിധായകൻ്റെ ക്രാഫ്റ്റിൽ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ജനഹൃദയങ്ങളിൽ കൂടുതൽ ആൾക്കാർ കയറാത്തത്. സിനിമ വർത്താണെന്ന് മനസ്സിലാക്കണം, കാണണം, താല്പര്യം ഉണ്ടാവണം. IFFK കിടന്ന് ഇടിച്ച് തള്ളിയിട്ട് കാര്യമില്ല. അങ്ങനല്ല, അത് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളും പോയി കാണുക, നിങ്ങളും കൂടെ കയറി കാണുക. ആളില്ല, നിങ്ങൾ കയറി കാണുക. സ്ത്രീകളെ ഒരു മുന്നേറ്റം തന്നെ. അവരെ അധ്വാനം കൊണ്ട് മതവും ജാതിയൊന്നും ഒന്നുമല്ല. അതുകൊണ്ടൊന്നും നമ്മൾ മലബാറിലെ യഥാർത്ഥ മുസ്ലിം ജീവിതം. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് രണ്ട് തവണ സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു. ലെനിൻ ബാവലൊക്കെ വന്ന് സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 10 പേരില്ലാത്തതുകൊണ്ട് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏതായാലും 10 പേര് വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യം ഒന്ന് ജസ്റ്റ് ട്രാക്കിലേക്ക് വിടാൻ ഒരു സമയം എടുത്ത് തോന്നി. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. ഈ എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിലുള്ള ഒരു പടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഇത് താല്പര്യം ഉള്ളവർ മാത്രമേ വന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. ഏറ്റവും നല്ല സിനിമയാണ്. ഈ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഈ കഴിവുള്ള ഒരു സംവിധായകൻ്റെ ക്രാഫ്റ്റിൽ കാണുന്നുണ്ട്. നല്ല ഫോട്ടോഗ്രാഫിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ അമ്മയോടാണ് വന്നത്, നന്നായിട്ട് വർക്കായി. പക്ഷേ ഇത് അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഒക്കെ ഉള്ള ഫിലിം തന്നെയാണ്. ലൈക്ക് ഒരു അവാർഡ് മൂവി ആയിട്ട് മാത്രം എനിക്ക് തോന്നിയില്ല. കൊമേഴ്ഷ്യൽ ഒരുപാട് ചിരിക്കാറുണ്ടായിരുന്നു. IFFK ഭയങ്കര തിരക്ക് പിടിയായിരുന്നു. അപ്പോൾ ആ ക്രൗഡ് അതല്ലേ. IFFK തിരക്ക് കാരണം കാണാൻ പറ്റാതിരുന്നത്. എല്ലാവരും നല്ല മികച്ച അഭിനയമാണ്. നല്ലൊരു നടനെന്ന് പറഞ്ഞാൽ സൂപ്പർ അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പരസ്യത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ജനഹൃദയങ്ങളിൽ കൂടുതൽ ആൾക്കാർ കയറാത്തത്. ഒരുപാട് കോണ്ടംപററി ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ചിരിയുണ്ടായിരുന്നു. അതല്ല, ആ ഒരു പെർസ്പെക്റ്റീവിലല്ല പടം മൊത്തത്തിൽ പോയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. മീൻസ് ലൈക്ക് അവസാനം അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും കൊള്ളാം. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഫെമിനിസ്റ്റിക് പെർസ്പെക്റ്റീവുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കണ്ടത്. തിയേറ്ററിൽ വന്നപ്പോൾ ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല പബ്ലിസിറ്റി ഇല്ല. അത് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. വളരെ നല്ല സിനിമയാണ്. പേപ്പറിൽ പബ്ലിസിറ്റി കുറവാണ്. ആൾക്കാർ കൂടുതൽ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. കുറച്ചുകൂടെ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വകയുണ്ട്. കാരണം അതിലൊരു മീൻസ് തമാശ ഒരുപാടുള്ള എനിക്ക് തോന്നിയത്. ആ തിയേറ്ററിൽ കാണാമെന്ന് വെച്ചാൽ നല്ല റിയാലിറ്റി ഉള്ള ഒരു സിനിമയാണ്. അവസാനം ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ കണ്ണു നിറയും.